നമസ്കാരം ഗൈസ്. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. പതിവിന് വിപരീതമായിട്ട് ഞാനിന്ന് നേരത്തെ എഴുന്നേറ്റു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ആവശ്യത്തിലേറെ സമയമുണ്ടായിരുന്നു. പയ്യെ എഴുന്നേറ്റ് കുളിച്ചിറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ച് ഞാൻ നേരെ വർക്കിന് കയറി. എനിക്ക് പൊതുവേ വരാറുള്ളൊരു ചോദ്യം കേട്ടോ, ഫ്രഷറായിട്ട് MNCകളിൽ കയറുന്നതാണോ നല്ലത് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളിൽ കയറുന്നതാണോ നല്ലതെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പണി പഠിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ സ്റ്റാർട്ടപ്പുകളായിരിക്കും നല്ലത്. നേരെ മറിച്ച് കുറച്ച് ബെനിഫിറ്റ്സ് കൂടുതലുള്ള വേൾഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ എക്സ്പീരിയൻസ് വേണമെന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ MNCs വിൽ ബി പ്രിഫറബിൾ. ഈ ബെനിഫിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പല രീതിയിലാട്ടോ. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ കമ്പനിയിൽ ഇയർലി 5000 പോയിന്റ്സ് കിട്ടും. അതുപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള സാധനം അവരുടെ പോർട്ടലിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യാം. ഫിറ്റ്പാസ് ആയിട്ട് കൊളാബറേഷൻ ഉള്ള ഒരു ഹോം വർക്കൗട്ട് കിറ്റ് ആട്ടോ ഞാൻ ഓർഡർ ചെയ്തു. അത് അൺബോക്സ് ചെയ്യുന്ന കേട്ടോ നിങ്ങളിപ്പം കാണുന്നത്. അതുമാത്രമല്ല, ഞാൻ കേട്ടതനുസരിച്ച് TCS പോലത്തെ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ടാറ്റ തന്നെ ഓൺ ചെയ്യുന്ന വേറെയും കമ്പനികളുണ്ടല്ലോ. ഇപ്പോൾ സ്റ്റാർബക്സ്, വെസ്റ്റ് സൈഡ്, സ്റ്റുഡിയോ, അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അവരുടെ എംപ്ലോയി ID അനുസരിച്ച് അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോ MNCകൾ അനുസരിച്ച് ഡിഫർ ചെയ്യും. പക്ഷേ ഏത് MNC ആണെങ്കിലും PF അക്കൗണ്ട്, എംപ്ലോയീസിനുള്ള കോർപ്പറേറ്റ് ഇൻഷുറൻസ് എല്ലാം അഷ്യൂർഡ് ആയിരിക്കും. ഇതിനെല്ലാം പുറമെ പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റത്തിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിക്കാൻ പറ്റും. MNC വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കഥകൾ ഇതൊക്കെയാണെങ്കിലും അൾട്ടിമേറ്റ്ലി ഒരു കമ്പനിയുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയ ക്ലിയർ ചെയ്യുകയും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഡൊമൈനിൽ സ്കിൽഫുൾ ആവുകയും ചെയ്യുന്നതാണ് കരിയറിൽ ഗ്രോത്ത് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു മീറ്ററിൽ ചിന്തിക്കുമ്പോൾ സ്റ്റാർട്ടപ്പുകളാണെങ്കിൽ എല്ലാത്തരം ഫീൽഡിലേക്കും നിങ്ങൾക്ക് എക്സ്പ്ലോഷർ പ്രോപ്പർലി കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം എല്ലാ റോളുകളിലേക്കും ഡിഫൈൻഡ് ആയിട്ട് ആളുകളില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ മൾട്ടിപ്പിൾ റോൾസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ ബിൽഡ് ചെയ്ത് തരും. Which will not be that easy if you are joining in an MNC as a fresher. കാര്യം MNCകൾ കുറച്ചും കൂടെ ഫിക്സഡ് റോൾസ് ആയിരിക്കും. ഇതിനെല്ലാം അപ്പുറം നല്ല ബിസിനസ് വാല്യൂ ഉള്ളൊരു സ്റ്റാർട്ടപ്പിലാണ് നിങ്ങൾ പോയി ചേരുന്നതെങ്കിൽ അവരുടെ വളർച്ചയ്ക്കൊപ്പം നിങ്ങളുടെ കരിയർ ഗ്രോത്തും നല്ല രീതിയിലുണ്ടാവും. കാര്യം എല്ലാ കമ്പനികൾക്കും തന്നെ അവരുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് എംപ്ലോയീസ് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാട്ടോ. നിങ്ങൾക്കും ഈ വിഷയത്തെക്കുറിച്ച് വേറിട്ട ചിന്തകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ. വേറൊന്നും കൊണ്ടല്ല, ഫ്രഷറായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.